നമസ്കാരം. ഒരു വ്യക്തിയുടെ ആരോപണം കൊണ്ട് ഒരു നൂറ്റാണ്ടിന്റെ സേവന ചരിത്രത്തെ അളക്കാനാകുമോ? ഒരു മുൻ പ്രവർത്തകൻ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചു അതുകൊണ്ട് മാത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിറ്റാണ്ടുകളായി സാമൂഹിക സേവനം നടത്തുന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്താനാകുമോ? ഇപ്പോൾ ഉയരുന്ന വിവാദത്തിന്റെ യഥാർത്ഥ ചോദ്യം അതിതാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയും സംഘപരിവാർ സംഘടനകളെയും വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ആരോപണങ്ങൾ ഉന്നയിക്കാനും അന്വേഷണങ്ങൾ ആവശ്യപ്പെടാനും അവകാശമുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ ആരോപണത്തെ അടിസ്ഥാനമാക്കി ഒരു സംഘടനയുടെ മുഴുവൻ ചരിത്രത്തെയും കറുപ്പിച്ചു ചിത്രീകരിക്കുന്നത് അത് നീതിയല്ല. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ദുരന്തകാലങ്ങളിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം മറന്നുകൊണ്ട്. സംഘപരിവാർ സംഘടനകളെ തീവ്രവാദ പ്രസ്ഥാനങ്ങളായി പ്രഖ്യാപിക്കണം. അമിത്ഷായ്ക്ക് മുൻ RSS പ്രവർത്തകന്റെ കത്ത് ലഭിച്ചിരിക്കുകയാണ്. സംഘപരിവാർ സംഘടനകളെ തീവ്രവാദ പ്രസ്ഥാനങ്ങളായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെയ്ക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമാണ് മുൻ RSS പ്രവർത്തകൻ കത്തയച്ചിരിക്കുന്നത്. RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ അടക്കമുള്ള സംഘടനകൾക്കെതിരെയാണ് മുൻ RSS പ്രചാരകായ യശ്വന്ത് സഹദേവ് ഷിൻഡെ കത്തയച്ചതായി ദി വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. 2000-ങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളിൽ RSS മേധാവി മോഹൻ ഭഗവത്, RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ, VHP ജനറൽ സെക്രട്ടറി മിലിന്ദ് പരൻഡെ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടെന്നും ഇവരെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നും ഷിൻഡെ തന്റെ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. 2000-ലുണ്ടായ തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളിൽ ഹിന്ദു തീവ്ര വലതുപക്ഷത്തിന് പങ്കുണ്ടെന്നാരോപിച്ച് ഷിൻഡെ വർഷങ്ങളായി നടത്തിവരുന്ന പ്രചരണത്തിന്റെ ഭാഗമാണ് അദ്ദേഹം ഈ കത്തയച്ചിരിക്കുന്നതെന്നതാണ് വിവരം. കോടതികളും അന്വേഷണ ഏജൻസികളും പരിശോധിച്ച ഈ കേസുകളിൽ ഒടുവിൽ പ്രതികളെ വെറുതെ വിടുകയായിരുന്നു. 1990 മുതൽ RSS പ്രവർത്തകനായിരുന്ന ഷിൻഡെ ബോംബ് നിർമ്മാണ പരിശീലന സംഘത്തിൽ ചേരാൻ തന്നോട് ആവശ്യപ്പെട്ടു എന്നാരോപിച്ചായിരുന്നു സംഘടനയിൽ നിന്ന് പിന്മാറിയത്. രാജ്യത്തുടനീളം തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങൾ നടത്താൻ RSS VHP അംഗങ്ങൾ ആസൂത്രണം ചെയ്ത യോഗങ്ങളിൽ താൻ പങ്കെടുത്തിരുന്നതായി മഹാരാഷ്ട്രയിലെ നന്ദേഡിലുള്ള പ്രത്യേക CBI കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 2022 ഓഗസ്റ്റിൽ ഷിൻഡെ വെളിപ്പെടുത്തിയിരുന്നു. 2003-ൽ പാരൻഡെയുടെ മേൽനോട്ടത്തിൽ മറ്റ് 20ഓളം പേർക്കൊപ്പം ബോംബ് നിർമ്മാണത്തിൽ തനിക്ക് പരിശീലനം ലഭിച്ചിരുന്നതായും ഷിൻഡെ സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരുന്നു. 2006 ഏപ്രിലിൽ നടന്ന നാന്ദേഡ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്നുകൊണ്ടിരുന്ന വിചാരണയുടെ ഭാഗമായാണ് ഈ സത്യവാങ്മൂലം അദ്ദേഹം സമർപ്പിച്ചത്. RSS പ്രവർത്തകനെന്ന് ആരോപിക്കപ്പെടുന്ന ലക്ഷ്മൺ രാജ് കൊണ്ട്വാറിന്റെ വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ അദ്ദേഹത്തിന്റെ മകൻ നരേഷും VHP പ്രവർത്തകനെന്ന് പറയപ്പെടുന്ന ഹിമാൻഷു പാൻസെ എന്ന മറ്റൊരാളും കൊല്ലപ്പെട്ടിരുന്നു. ഔറംഗാബാദിലെ ഒരു പള്ളി ലക്ഷ്യമിട്ട് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഫോടനത്തിന്റെ ഭാഗമായുള്ള ബോംബ് നിർമ്മാണ പ്രവർത്തനമായിരുന്നു ഇതെന്നാണ് CBI വ്യക്തമാക്കിയിരുന്നത്. ഈ കേസിൽ സാക്ഷിയാകാൻ ഷിൻഡെ ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ അന്നത്തെ വിചാരണ കോടതി ജഡ്ജിയായിരുന്ന AR ധമേച്ച അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലം പരിഗണിച്ചിരുന്നുവെങ്കിലും അടുത്ത വാദം കേൾക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് സ്ഥലമാറ്റം ലഭിക്കുകയായിരുന്നു. തുടർന്ന് ചുമതലയേറ്റ ജഡ്ജി ഷിൻഡെയുടെ അപേക്ഷ തള്ളുകയും ചെയ്തു. 2025 ജനുവരി 4-ന് ഈ കേസിലെ ജീവിച്ചിരിക്കുന്ന 9 പ്രതികളെയും നന്ദേഡിലെ വിചാരണ കോടതി വെറുതെ വിട്ടു. പാകിസ്ഥാനിൽ രഹസ്യ ദൗത്യങ്ങൾക്ക് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാവുന്ന രീതിയിൽ ഇന്ത്യയിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നതിനുമുള്ള പരിശീലനം തനിക്ക് ലഭിച്ചിരുന്നതായി അക്കാലത്ത് ഷിൻഡെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നതായും ദി വയർ റിപ്പോർട്ട് ചെയ്തു. 2003-2004 കാലയളവിൽ ജൽന, പൂർണ, ഭർഭാനി എന്നിവിടങ്ങളിലെ പള്ളികളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയത് തനിക്കൊപ്പം പരിശീലനം നേടിയവരാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ആരോപണങ്ങളെ സാധൂകരിക്കാൻ ശക്തമായ തെളിവുകൾ ലഭ്യമാണെന്ന് CBIയുടെ പ്രാഥമിക അന്വേഷണങ്ങളിൽ അവകാശപ്പെട്ടിരുന്നെങ്കിലും നിലവിലെ BJP നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലത്ത് കോടതിയിലെത്തിയ ഈ കേസുകളെല്ലാം പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടാണ് അവസാനിച്ചതെന്ന് ഇദ്ദേഹം ആരോപണം ഉയർത്തുകയും ചെയ്തു. ഷിൻഡെയുടെ ആദ്യ ആരോപണം ഉണ്ടായി 4 വർഷം കഴിഞ്ഞിട്ടും RSSO VHPയോ അതിന്മേൽ പ്രതികരിക്കാനും തയ്യാറായിരുന്നില്ല. നാന്ദേഡ് കോടതി പ്രതികളെ വെറുതെ വിട്ടപ്പോൾ ആ വിധി കോൺഗ്രസിനേറ്റ ശക്തമായ പ്രഹരമാണെന്ന് VHP വിശേഷിപ്പിച്ചിരുന്നു. കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെയ്ക്ക് അയച്ച കത്തിൽ കോടതിയിൽ താൻ നേരത്തെ ഉന്നയിച്ച വാദങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തതെന്ന് ഷിൻഡെ പറയുന്നു. അജ്മീർ ഷെരീഫ് ദർഗാ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ദ്രേഷ് കുമാറിനെതിരെയും 2008-ലെ മലേഗാവ് സ്ഫോടന കേസിൽ വിചാരണ നേരിടുകയും ഒടുവിൽ കുറ്റവിമുക്തരാവുകയും ചെയ്ത കേണൽ പ്രസാദ് പുരോഹിത്, മുൻ BJP MP പ്രജ്ഞ സിംഗ് എന്നിവർക്കെതിരെയും ഷിൻഡെ തന്റെ കത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ 1998-ലെ പൊഖ്രാൻ പരീക്ഷണങ്ങൾ, കാർഗിൽ യുദ്ധം, 2002-ലെ ഗുജറാത്ത് കലാപം, 2019-ലെ പുൽവാമ ആക്രമണം, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടും BJP RSS നേതാക്കൾക്കെതിരെ അദ്ദേഹം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെയാണ് സംഘപരിവാർ സംഘടനകളുടെ മറ്റൊരു മുഖം കൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. RSS സ്വയം സമൂഹ സംഘടനയും ദേശീയ പുനർനിർമ്മാണവുമാണ് തന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നൊരു സംഘടനയാണ്.
അതിന്റെ സേവന ശൃംഖലകളുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയ സേവാ ഭാരതി. ആരോഗ്യം, വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത, സാമൂഹ്യ ദുരന്ത നിവാരണം എന്നീ മേഖലകളിലാണ് സേവാഭാരതി പ്രവർത്തിക്കുന്നതായി സംഘടനകളുടെ ഔദ്യോഗിക രേഖകളിൽ പോലും വ്യക്തമായി പറയുന്നത്. ഇത് വെറും പ്രസ്താവനകളിൽ ഒതുങ്ങുന്ന കാര്യവുമല്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം സംഘപരിവാർ ബന്ധമുള്ള സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തനങ്ങളിലും ഭക്ഷണ വിതരണങ്ങളിലും ചികിത്സാ ക്യാമ്പുകളിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തിട്ടുള്ളതായി രേഖകളിൽ പോലും വ്യക്തമാണ്. 2001 ഗുജറാത്ത് ഭൂകമ്പം, 2004 സുനാമി, ഉത്തരാഖണ്ഡ് പ്രളയം, ചെന്നൈ പ്രളയം, കേരളത്തിലെ 2018 പ്രളയം തുടങ്ങിയ ദുരന്തങ്ങളിൽ സേവാഭാരതിയും RSS പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ 2012 മഹാപ്രളയം തന്നെ എടുക്കാം. ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഭക്ഷണ വിതരണം, മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാന പ്രവർത്തനങ്ങൾ, ആംബുലൻസ് സേവനം തുടങ്ങിയ മേഖലകളിൽ സേവാഭാരതി പ്രവർത്തകർ ഇടപെട്ടതായി എത്രയോ പ്രാവശ്യം കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. അതേപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ ശൃംഖലകളുടെ പ്രാധാന്യം വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കോവിഡ് കാലത്തും സമാനമായ സേവന പ്രവർത്തനങ്ങൾ നടന്നു. 2020 ലോക്ക്ഡൌൺ കാലത്ത് RSS ശൃംഖല ഭക്ഷണം, മാസ്കുകൾ, അവശ്യ സാധനങ്ങൾ, കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള സഹായം തുടങ്ങിയവയിൽ വലിയ തോതിൽ ഇടപെട്ടതായി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിന്റെ ഒരു പഠനക്കുറിപ്പ് പോലും രേഖപ്പെടുത്തുന്നുണ്ട്. ഇവയെല്ലാം പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വിമർശനാതീതമായ ഒരു പദവി നൽകാനല്ല. RSSനെയും സംഘപരിവാർ സംഘടനകളെയും വിമർശിക്കാം, അവരുടെ ആശയങ്ങളെ ചോദ്യം ചെയ്യാം, അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിക്കാം. ഏതെങ്കിലും വ്യക്തി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണം ആവശ്യപ്പെടാം. എന്നാൽ വ്യക്തിയുടെ കുറ്റം സംഘടനയുടെ കുറ്റമാകണമെങ്കിൽ അതിന് തെളിവ് വേണം. ഇവിടെയാണ് ഇപ്പോഴത്തെ ആരോപണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം. ഒരിക്കൽ ആ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു എന്നത് ഒരു വ്യക്തിയുടെ അവകാശവാദത്തിന് പ്രസക്തി നൽകാം, പക്ഷേ അതുമാത്രം ഒരു ക്രിമിനൽ കേസിന്റെ തെളിവാകുന്നില്ല. പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ ഉന്നത നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ രേഖകളും സാക്ഷികളും അന്വേഷണം കണ്ടെത്തലുകളും കോടതിയുടെ വിലയിരുത്തലുമാണ് നിർണായകം. അതേസമയം സംഘപരിവാർ സംഘടനകൾക്ക് അനുകൂലമായി പറയാവുന്ന മറ്റൊരു വസ്തുതയുമുണ്ട്. ഇന്ന് രാജ്യത്ത് RSSുമായി ആശയപരമായോ സംഘടനാപരമായോ ബന്ധമുള്ള നിരവധി സ്ഥാപനങ്ങൾ വിവിധ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യവും വിദ്യാഭ്യാസവും ഗ്രാമീണ വികസനവും സ്വയം പര്യാപ്തതയും ദുരന്ത നിവാരണവും ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നത്. RSS തന്നെ 2026 ഓഗസ്റ്റിൽ 32 സംഘടനകളെ ഉൾപ്പെടുത്തി ദേശീയതല ഏകോപനം യോഗം നടത്താനിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ പോലും അതിന്റെ പ്രവർത്തനം തുടരുകയാണ്. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ 2026 ഓഗസ്റ്റ് ആദ്യവാരം വരെ ഏകദേശം 2000 RSS സന്നദ്ധ പ്രവർത്തകർ 40,000-ലധികം കുടുംബങ്ങൾക്ക് സഹായം നൽകിയിട്ടുണ്ട്. ഭക്ഷണം, രക്ഷാപ്രവർത്തനം, മെഡിക്കൽ ക്യാമ്പുകൾ, പുനരധിവാസ സഹായം എന്നിവ അവയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: ഒരു സംഘടനയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോൾ അതിലെ ഓരോ വ്യക്തിയുടെയും ആരോപണം മാത്രം നോക്കണമോ, അതോ പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനവും പരിശോധിക്കണമോ? ഒരു വ്യക്തിയുടെ കുറ്റത്തിന്റെ പേരിൽ ഒരു സംഘടനയെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നതും ആ സംഘടനയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും പറയുന്നത് ഒരുതരം ഉളുപ്പില്ലായ്മയല്ലേ? നീതി പറയുന്നത് രണ്ടാമത്തേതാണ്. തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കണം, കുറ്റക്കാരനെ സംരക്ഷിക്കരുത്. പക്ഷേ കുറ്റം തെളിയാത്തവരെ കുറ്റക്കാരാക്കുകയും ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെ സേവനത്തെ ഒറ്റയടിക്ക് സംശയത്തിന്റെ നിഴലിലാക്കുകയും ചെയ്യുന്നത് മറ്റൊരു തരത്തിലുള്ള അനീതിയാണ്. രാഷ്ട്രീയ പോരാട്ടത്തിന് ആരോപണങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ ചരിത്രം എഴുതുന്നത് ആരോപണങ്ങളല്ല, തെളിവുകളാണ്.